നമസ്കാരം. അങ്ങനെ കേരള സർക്കാരും പുതിയ ഗവർണറും തമ്മിലുള്ള മധുവിധു കാലഘട്ടമൊക്കെ അവസാനിച്ചിരിക്കുന്നു. വളരെ കൃത്യമായ ചില നിലപാടുകളെടുത്ത് ഗവർണർ മുന്നോട്ട് പോവുകയാണ്. ചേട്ടാ, നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ച കാര്യങ്ങളാണ്. അത് BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസോ CPM-ഓ ഒന്നും കൊണ്ടുവന്നതല്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട്, ഇന്ത്യൻ സൈന്യം അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ഭാരതത്തെ മാതാവായി അങ്ങനെ കാണുന്ന ഒരു പൈതൃകമുള്ള നാടാണ് നമ്മുടേത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ എനിക്ക് കുനിയാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? പി പ്രസാദ് പറഞ്ഞത്. അദ്ദേഹത്തിന് നടുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് മറ്റു ചില ആളുകളുടെ ചില സാധനങ്ങളിൽ കുനിയാൻ പറ്റും. അദ്ദേഹം ഈ നോമ്പെടുക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണ്. ആ സമയത്ത് അദ്ദേഹം എന്താണ്, ഈ നോമ്പ് കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, മറ്റു സമയങ്ങളിൽ ഇതാക്കും. കഫിയ ഇവർക്ക് ധരിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ നടുവിന് ഒരു പ്രശ്നമില്ല. ഈ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ പ്രശ്നം. ഗവർണറുടെ നിലപാട് എത്രത്തോളം കൃത്യമാണ് ഈ കാര്യത്തിൽ? ഗവർണറുടെ നിലപാട് വളരെ കൃത്യമാണ്. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം വളർന്നു വന്ന വഴി എന്തായാലും മറക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് കൃത്യമായി ഭാരതമാതാവ് എന്താണ്, ഭാരതാംബ എന്താണ്, ഭാരതമാതാവിൻ്റെ ചിത്രം എന്താണ്, അത് എന്തൊക്കെ തരത്തിൽ, അതിനെ ഏത് തരത്തിൽ ബഹുമാനിക്കണം, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊടുക്കുന്ന ബഹുമാനത്തിനേക്കാൾ എത്രയോ മുകളിലാണ് ഭാരതാംബയുടെ ചിത്രത്തിനോ അല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം. ഞാൻ മുമ്പ് എപ്പോഴും ഒരു സ്ഥലത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ കോൺഗ്രസ് ഒക്കെ അവരുടെ പ്രകടന പത്രികയൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് മറ്റേ അച്ചടിച്ചിട്ടുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പ്രകടന പത്രികയാണ്. അതിൻ്റെ ഭാരതാംബയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഭാരതാംബയുടെ ചിത്രം ഉള്ള നോട്ടുകളുണ്ടായിരുന്നു, ഭാരതാംബയുടെ ചിത്രമുള്ള നാണയങ്ങളുണ്ടായിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തെ അത്രയേറെ നമ്മൾ ബഹുമാനിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത് RSSൻ്റെ ഭാരതാംബയാണ് അവിടെ വെച്ചത് എന്ന്. RSSന് അങ്ങനെ പ്രത്യേകിച്ച് ഭാരതാംബയില്ല. ഭാരതത്തിന് ഒരു ഭാരതാംബ മാത്രമേ ഉള്ളൂ. RSSന് അങ്ങനെ പ്രത്യേകിച്ച് ഭാരതാംബയില്ല. RSSൻ്റെ ഭാരതാംബ എന്താ, മൊത്തം കാവ്യ കുളിച്ച് നിൽക്കുന്ന ഭാരതാംബയാണോ? അല്ലെങ്കിൽ പിന്നെ ഈ കാവ്യ എന്ന് പറയുന്ന നിറം എന്താ, ഇത് ഈ RSSന് ഉണ്ടാക്കിയ നിറമാണോ കാവ്യ എന്ന് പറയുന്നത്? കാവ്യ എന്ന് പറയുന്നത് ക്ഷാത്രവീര്യത്തിൻ്റെ നിറമാണ് കാവ്യ എന്ന് പറയുന്നത്. ആ കാവ്യ നിറം നമ്മളെ ഭാരതത്തിലെ ഹൈന്ദവ പുരാണങ്ങളിൽ, നമ്മുടെ യുദ്ധങ്ങളിൽ തേരുകളുടെ മുന്നിൽ തെളിയിച്ചിരിക്കുന്ന ക്ഷാത്രവീര്യത്തിൻ്റെ, നമ്മുടെ പോരാട്ടങ്ങളുടെ ഒരു നിറമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ കാവ്യയെ കാണുന്നത്. അതുകൊണ്ടാണ് കാവ്യാണത്. അല്ലെങ്കിൽ കാവ്യ ഒരു ദിവസം ഈ RSS ഉണ്ടായ ഘട്ടത്തിൽ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന RSS ആ 100 വർഷങ്ങൾ 99 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി നിറവൊന്നുമല്ല കാവ്യ. വിവേകാനന്ദൻ ധരിച്ചതും കാവ്യായിരുന്നല്ലോ. തീർച്ചയായും. പക്ഷേ സ്വാമി വിവേകാനന്ദനെ ഇപ്പം കാവ്യ നിറം ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയത്തില്ല. അതിന് ചുവപ്പോ അല്ലെങ്കിൽ വേറെ നിറമോ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിനകത്ത് ഈ ആർലേക്കർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ആ പ്രശ്നം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായ നിലപാട് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അത് എത്രയേറെ സമ്മർദ്ദത്തിലാക്കിയാലും ഭാരതമാതാവിനെ കൈവിടുന്ന പ്രശ്നമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നമ്പറൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ പിണറായി വിജയൻ്റെ ആളൊക്കെ ആയിരിക്കും. പ്രസാദേ മോനെ, ഇത് വേറെയാണ് ഐറ്റം, ഇത് തീയാണ് ഐറ്റം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, അങ്ങനെ പറയാനുള്ള അദ്ദേഹത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം ഗോവൻ സ്വദേശിയാണ്. ഗോവയിലാണ് അദ്ദേഹത്തിന് നാടെന്ന് പറയുന്നത്. ഈ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഗവർണറെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സംഘത്തിലേക്ക് ആകർഷിതമായി വരികയും അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ സംഘത്തിൻ്റെ നിത്യശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ശാഖയിൽ പോവുകയും അവിടെ കബഡി കളിക്കുകയും ദേശീയതയെ ഉദ്ദീപിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുകയും ആലാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. അത്തരത്തിൽ ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിച്ചത് വരെ. അപ്പോൾ ചെറുപ്പ കാലഘട്ടത്തിലെ സംഘശാഖയിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതൽ അദ്ദേഹം ശാഖയിൽ കണ്ടിരുന്ന ചിത്രമാണ് നമ്മുടെ ധ്വജത്തിൻ്റെ കീഴിലായിട്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വെക്കുന്ന ഈ ഗുരുജീനെയും അതോടൊപ്പം ഡോക്ടർജീനെയും ഫോട്ടോയുടെ നടുവിലായി ഉണ്ടാകുന്ന ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം. അത് അദ്ദേഹം ആ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് മനസ്സിലുള്ള സാധനമാണ്. അതിപ്പോൾ ഈ പ്രസാദ് പറഞ്ഞത് വിചാരിച്ച് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് പള്ളിയിൽ പോയി പറയണമെന്ന് പറയുള്ളൂ. പള്ളിയിലല്ല, അവരെ സംബന്ധിച്ച് എന്താ പറയുക, ചൈനയിൽ പോയി പറയണത് അത്ര പറയേണ്ടതുള്ളൂ. അങ്ങനെ വളർന്നു വന്ന വ്യക്തിയാണ്. ചെറുപ്പത്തിലെ ശാഖയിൽ പോവുകയും നിത്യശാഖയിൽ പോവുകയും ഗാനങ്ങൾ ആലപിക്കുകയും കബഡി കളിക്കുകയും ഇതൊക്കെ ചെയ്തു വന്നിരുന്ന ആ മനുഷ്യനെ പിന്നീട് വിദ്യാഭ്യാസത്തിനും ഇതിനൊക്കെ ശേഷം RSSുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം 1980-89 കാലഘട്ടത്തിൽ മുതൽ തന്നെ BJPയുടെ ഭാഗമായി അവിടെ നിൽക്കുകയാണ്. BJPയുടെ ഭാഗമാകുകയും BJPയുടെ അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുകയും ഗോവയുടെ ദക്ഷിണ ഗോവയുടെ ആണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രസിഡന്റ് ആകുകയും ഒക്കെ ചെയ്തിരുന്ന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം
അതിനുശേഷം അദ്ദേഹത്തെ അവിടുത്തെ മന്ത്രിയാക്കുന്ന നിലയിലേക്ക് ഉണ്ടായി, മന്ത്രിയാക്കുകയും അതിനുശേഷം സ്പീക്കറാകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 2020-21 ആ കാലഘട്ടത്തിലാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായാണ് അദ്ദേഹം ആദ്യം നിയമിതനാകുന്നത്. ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായി നിയമിതനാകുകയും അതിനുശേഷം അദ്ദേഹം ബീഹാറിൻ്റെ ഗവർണറായി പോവുകയുണ്ടായി. ബീഹാറിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന കേരളത്തിൻ്റെ ഗവർണറായിട്ട് വരുന്നത്. മോദിയുമായും അമിത്ഷയുമായിട്ടും JP നദ്ദയുമായിട്ടൊക്കെ അടുത്ത സൗഹൃദമുള്ള വ്യക്തി. മോദിയും അദ്ദേഹം തമ്മിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ നമ്മൾ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. സാധാരണ ഒരു ഗവർണറുടെ ചിത്രം നമ്മുടെ ആരിഫ് ഖാനെയൊക്കെ ചിത്രങ്ങൾ കിട്ടുന്നതിനേക്കാളും എത്രയോ ചിത്രങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ദൃഢമാണ് എന്നാണ്. മോദിയും സ്വയം സേവനാണ്, ഈ പറയുന്ന നമ്മുടെ ആർലേക്കറും സ്വയം സേവകനാണ്. അതുകൊണ്ട് ആ സ്വയം സേവകർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വളരെ ദൃഢമാണ്. ഒരു BJP കാരനും മറ്റൊരു BJP കാരനും തമ്മിലുള്ള ബന്ധത്തെക്കാളും വളരെ ദൃഢമാണ് രണ്ട് സ്വയം സേവകർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ കൃത്യമായിട്ടുള്ളത്. നരേന്ദ്രമോദിയും സ്വയം സേവനാണ്, ഈ പറയുന്ന ആർലേക്കറും നമ്മുടെ ഗവർണറും സ്വയം സേവനാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ദൃഢമാണ്. അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആ മനുഷ്യനോടാണ് ഇങ്ങനെ പറയുന്നത്. ഇവർ ഈ നമ്പർ ഇട്ട് അതെടുത്ത് മാറ്റിയാൽ ന്റെ ഭീഷണി പോലെ അതാ പറഞ്ഞേ, അത്രയൊക്കെ കളിച്ച് വന്നിരിക്കുന്നത്. അതെന്ന് പറയുക നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഈ മരുഭൂമിയിലേക്കാണ് ഇവർ മണൽ കയറ്റാൻ നോക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട് മണലേറ്റി അയക്കുന്നതല്ലേ, അത് തന്നെ സംഭവിച്ചത്. ആ നില തന്നെയാണ് ഗോവിന്ദനും ഇവരെല്ലാം ഈ സാധനം തന്നെയാണ് പറയാൻ നോക്കിയത്. ആ സമയത്ത് ഒരു നിമിഷമെങ്കിലും ഈ പറയുന്ന ഈ ആർലേക്കർ ആരായിരുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് ഈ ഗോവിന്ദനും ഈ പ്രസാദും ഇവരൊക്കെ കിടന്ന് ചിലയ്ക്കുമായിരുന്നു. പിന്നീട് കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ചേട്ടൻ ഒരു കാര്യമുണ്ട്, അദ്ദേഹം രാജ്ഭവൻ പരിപാടി നടത്തി കാണിച്ചു കൊടുത്തപ്പോൾ ഭാരതാംബയുടെ ചിത്രം നടുക്ക് വെച്ച് മാലയിട്ടുകൊണ്ടാണ് പരിപാടി നടത്തിയത്. ഒരു തരത്തിലും നിങ്ങൾ ഇവിടുന്ന് പരിപാടി തന്നെ നമുക്ക് എന്താണ് എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. പക്ഷേ ഇവർക്കത് മാറ്റി അതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് സമയപരിമിതി ഉണ്ട്. എങ്കിൽ പോലും ഇവരുടെ ചില കാര്യങ്ങൾ, ഇപ്പം ആനപ്പുറത്ത് യഹിയ സിൻവറിൻ്റെ ഫോട്ടോ വെക്കുമ്പോൾ പി പ്രസാദിന് പ്രശ്നമില്ല. കണ്ണൂർ അടക്കമുള്ള, ഇപ്പോൾ ചേട്ടൻ്റെ നാടാണ് കണ്ണൂർ, നമ്മുടെ അറിയാം, നമുക്ക് കോഴിക്കോട് മലബാർ മേഖലകളിലൊക്കെ പല അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചെങ്കൊടി പാറുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. RSSന്റെ കൊടി ചിലപ്പോൾ പാറാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ ചെങ്കൊടി വരുന്ന സമയത്ത് അതിനൊരു ന്യായീകരണമാണ്. ഇപ്പം ആ സാധനമൊന്നും ഇവിടെ ഇല്ലല്ലോ പ്രസാദിന്. എന്ത് പറ്റിയെന്നാണ്? അങ്ങനെ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഈ കാവിക്കൊടി കാണുന്ന സമയത്ത് എന്താണെന്നറിയത്തില്ല, ഇവർക്ക് ഒരു പ്രത്യേക അസ്വസ്ഥതയാണ്. ഇവർ മരിച്ചു കിടക്കുവാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ കൊണ്ട് ഒരു കാവിക്കൊടി പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവരെ ഞെട്ടിയിടിക്കും. കാവിക്കൊടി തീർന്ന് വർഗീയത അന്നേരം പറഞ്ഞ് ഞെട്ടിയിടിക്കും. അതാണ് ഈ CPIക്കാരുടെ സ്വഭാവം. CPIക്കാരാണെങ്കിലും ഒട്ടും കുറവൊന്നുമല്ല. അപ്പം ആ ഒരു സാധനം, ഈ കാവിക്കൊടി ഭയങ്കര വർഗീയതയാണ്. പച്ചക്കൊടി എത്ര കുഴപ്പമില്ല, കാവിക്കൊടി വർഗീയതയാണ് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ധ്രുവീകരണം നടക്കുള്ളൂ. മിക്കവാറും ഇവർ നമ്മുടെ ദേശീയ പതാകയിലെ കാവ്യ എടുത്ത് മാറ്റാൻ വേണ്ടി ഇതും കൊടുക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും മറ്റേ ബ്രാഞ്ച് കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയാലോ അതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നം, എന്താ പറയുക, അതിശയോക്തിയില്ല. നമ്മൾ മുമ്പ് ഏതോ ഒരു പ്രമേയം, എനിക്ക് തോന്നുന്നു അമേരിക്ക ലോക നേതാവല്ലെന്നോ, ലോക പോലീസ് സമയമായിരുന്നു പറഞ്ഞിട്ട് ഏതോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടായിരുന്നു. വന്ന സമയത്തും പറഞ്ഞല്ലോ. അതെ, അല്ല, ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടായിരുന്നു. ഈ പ്രമേയം ട്രംപ് അമേരിക്കയ്ക്ക് ട്രംപ് ലോക പോലീസ് സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടായിരുന്നു. ഈ പ്രമേയം ട്രംപ് കേട്ടതിന് ശേഷം ട്രംപ് 3 ദിവസം ഉറങ്ങിയിട്ടില്ല. 3 ദിവസം ഉറങ്ങിയിട്ടില്ല. അതെ, മോദി വിളിച്ച് എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കണം എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഈ ചൈന അവരുടേതെന്നും ഇന്ത്യയുടെ എന്നും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് ഇവര് യുദ്ധകാലത്തെ. അതെ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യമുള്ളൂ. ആർലേക്കർ കൃത്യമായി ഒരു സ്വയം സേവകനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ, ബുദ്ധി ഉറച്ച കാലം മുതൽ അദ്ദേഹം ശാഖയിൽ പോയി തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ഡോക്ടർ ജിയുടെയും ഒപ്പം ഗുരുജിയുടെയും ചിത്രത്തിന് നടുവിലെ ഭാരതാംബയുടെ ചിത്രമാണ് അദ്ദേഹം ചെറുപ്പകാലം മുതൽ കണ്ടുവന്നിരുന്നത്. ആ ചിത്രത്തിനോട് അദ്ദേഹത്തിന് അതിൻ്റെതായ ബഹുമാനം അദ്ദേഹം കൊടുക്കും. ആ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും അസൂയയോ അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തി അവരുടെ മനസ്സിൽ വെക്കുകയും ആ രീതിയിലേക്ക് അവരെ ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിക്കാം എന്ന നിലയിലേക്ക് മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ. ഈ സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ആർഷോനെ ബേസ് ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ ആർഷോനെ ബേസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. തീർച്ചയായും അത് സമയം കൂടുതലാണെങ്കിൽ പറയാതെ വയ്യ. ആർഷോനെ ഈ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബേസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ അറിയാലോ. ഗവർണർ എവിടെ
പോവുകയാണെങ്കിലും ഈ അതിൻ്റെ പുറകെ ആർഷോയിൻ ടീമും കൊടിയെടുത്ത് വരികയും പ്രകടനം നടത്തുകയും ഇതെല്ലാം ചെയ്യുന്ന നിലയിൽ ലാസ്റ്റ് CRPF ടീമിനെ അങ്ങ് നിയോഗിച്ചു. അതോടുകൂടി ആർഷോയിൻ ടീം മറ്റേ മുണ്ടും മടക്കി എടുത്ത് എങ്ങോട്ടൊക്കെ ഓടി ഒളിച്ചു എന്നാണ് കേട്ടത്. പിന്നെ ആ വഴിക്ക് പലരും കണ്ടത്തിലൂടെയൊക്കെ ഇറങ്ങി ഓടിയിട്ട് ആ കണ്ടത്തിൽ പിന്നെ ഞാറ് ഇടാൻ വേണ്ടിയിട്ട് കള പൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് കേട്ടെ. ഇവർ പേടിച്ച് ഓടുന്ന സമയത്ത് കള പൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രയും നന്നായിട്ട് ഗംഭീരാക്കി കൊടുത്തു, ഉഴുതു മറിച്ചിട്ടു. അതേപോലെ ആ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആർലേക്കറിനെ വരും ദിവസങ്ങളിൽ പിണറായി വിജയനും കൂട്ടാളികളും CPM-കാരും കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. കളി തുടങ്ങിയിട്ടില്ല, വണ്ടി വെട്ടാൻ വേണ്ടി പോയിട്ടേ ഉള്ളൂ. അടി തുടങ്ങുന്ന ഘട്ടത്തിൽ പിണറായി വിജയനും ടീമും നേരത്തെ മുൻ ഗവർണർ എന്തായിരുന്നു അതിനേക്കാളും എക്സ്ട്രീം ഫയറാണ് ആർലേക്കർ എന്നുള്ളത് വരും ദിവസം കാണും. മാത്രമല്ല ഇനി ഉറക്കെ ഭാരത് മാതാ കി വിളി പി പ്രസാദ് കേൾക്കേണ്ടി വരും. തീർച്ചയായും ചിലപ്പോൾ ഇനി ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് വായിച്ചില്ലേ പ്രസാദ് നമുക്ക് ചോദിക്കേണ്ടി വരും. തീർച്ചയായും